വിഴിഞ്ഞം പദ്ധതിയുടെ വളർച്ച ദ്രുതഗതിയിൽ മുന്നേറുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ തൊഴിൽ സാധ്യത കുതിച്ചുയരുകയാണ്. നമുക്ക് നേടാവുന്ന തുറമുഖ ജോലികൾ എന്തെല്ലാമാണ്, എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സീരീസിൽ ചെയ്യുന്നത്. ബ്ലൂ ഇക്കണോമി എന്നാൽ കടലും കപ്പലും തുറമുഖവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇക്കണോമിയാണ്. ഒരു വർഷം ഏകദേശം 55 കോടി 20 അടി കണ്ടെയ്നറുകളുടെ കാർഗോയാണ് ക്രയവിക്രയം നടക്കുന്നത്. കപ്പൽ യാത്ര, കപ്പൽ നിർമ്മാണം, കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ, മർച്ചൻ്റ് നേവി എന്നിവയാണ് നമുക്ക് സാധാരണയായി ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ. എന്നാൽ അതിനുമപ്പുറം തുറമുഖം, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, നിയമം, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിലും നിരവധി സാധ്യതകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും സുരക്ഷിതമായ തൊഴിൽ ഈ മേഖലയിൽ ഉണ്ടെന്നാലും നമ്മൾ പ്രയോജനപ്പെടുത്താറില്ല. ഇന്ത്യയിലെ തുറമുഖങ്ങളെ തമ്മിൽ കോർത്തിണക്കുന്ന 2016 തുടക്കം കുറിച്ച സാഗർമാല അടുത്ത 10 വർഷത്തിനുള്ളിൽ നിരവധി തൊഴിലവസരങ്ങളും ബിസിനസ് അവസരങ്ങളും നൽകുന്നതാണ്. വരും വർഷങ്ങളിൽ ലോജിസ്റ്റിക്സ് മേഖലയിൽ ഏകദേശം 1.75 കോടി തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുക. ഇനി നമുക്ക് അവസരങ്ങൾ വരുന്ന മേഖലകൾ നോക്കാം. പോർട്ടുകൾ, ഡ്രൈ പോർട്ടുകൾ, CFS, പോർട്ട് ഏജൻസി, എക്സ്പോർട്ട് ഇമ്പോർട്ട്, ഷിപ്പിംഗ് കമ്പനികൾ, ഷിപ്പിംഗ് ഏജൻസി, ഫ്രൈറ്റ് ഫോർവേഡിംഗ്, ചാർട്ടറിംഗ്, സ്റ്റീവഡോറിംഗ്, ലോജിസ്റ്റിക് കമ്പനികൾ, കോറിഡോർ, അന്താരാഷ്ട്ര ഷിപ്പിംഗ് ആൻഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻസ്, കോസ്റ്റ് ഗാർഡ്, പൈലറ്റേജ്, നേവൽ സർവീസ്, ഷിപ്പ് റിപ്പയറിംഗ്, ഷിപ്പ് ബിൽഡിംഗ്, മർച്ചൻ്റ് നേവി, ഇൻലാൻഡ് ആൻഡ് വാട്ടർവേസ് ഷിപ്പിംഗ്, കോസ്റ്റൽ ഷിപ്പിംഗ്, ലോജിസ്റ്റിക് കോറിഡോർ, ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, വിവിധതരം ഫ്രീ സോണുകൾ, മാരിടൈം ആൻഡ് ഇൻ്റർനാഷണൽ ലോ സ്ഥാപനങ്ങൾ, മറൈൻ ഇൻഷുറൻസ്, കോറിഡോർ, ക്ലിയറിംഗ്, ഹെവി കാർഗോ ഹാൻഡ്ലിംഗ്, സ്പെഷ്യലൈസ്, കസ്റ്റംസ് ആൻഡ് CHA തുടങ്ങിയ നിരവധി മേഖലകൾ നമുക്കായി തുറക്കുന്നു. ഇനിയുള്ള ഓരോ എപ്പിസോഡിലും ഓരോ മേഖലയെക്കുറിച്ചും കിട്ടുന്ന വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ആശംസകളോടെ വിഴിഞ്ഞം .in. താങ്ക് യു.